എങ്ങനെയുണ്ട് മോനെ? മോനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. താൻ എപ്പോഴും ഇവിടെ കാണണം. ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർമാരോട് പ്രത്യേകിച്ച് പറഞ്ഞേക്കണം. യെസ് സർ. അതോ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കാണുമോ വെണ്ടയ്ക്ക അക്ഷരത്തിൽ? ഇല്ല സർ. എപ്പോഴും ഇങ്ങനെയാ പറയാറ്, പക്ഷെ വരുന്നത് നേരെ മറിച്ചും. മോനെ, ഞാൻ രാവിലെ വരാം. കോശി, താൻ വാടൂ. ഐ ജിയെ കണ്ടോ? ഇല്ല, അദ്ദേഹം മലബാറിന് ടൂർ പോയിരിക്കുകയാണ്. നാളെ വരൂ. വന്നാലുടൻ എന്നെ കാണാൻ പറയണം. ആ, അശ്വതിക്ക് നല്ലൊരു ന്യൂസ് കിട്ടിയില്ലേ? ജേർണലിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്തു, അത്ഭുതകരമായ രക്ഷപ്പെടൽ. ഈ എന്നെ കുറിച്ച് ഞാൻ എഴുതിയാൽ ആരും വിശ്വസിക്കില്ല. ഇർവിൻ വാലസിന്റെ ഒരു നോവലുണ്ട്, ആൾമൈറ്റി. അതിലൊരു ക്യാരക്ടർ ഉണ്ട്, പത്രാധിപർ. അയാൾ ന്യൂസ് വാല്യൂ ഉണ്ടാക്കാൻ സ്വയം സംഭവങ്ങൾ സൃഷ്ടിച്ച് ന്യൂസ് ഉണ്ടാക്കും. ഇത് ഞാൻ എഴുതിയാൽ അതുപോലെയാണെന്ന് ആളുകൾ കരുതും. എനിക്കാ നഷ്ടം. അതെന്താ? ആ ന്യൂസ് പുറത്തു വന്നെങ്കിൽ ഞാനൊരു ഹീറോ ആകുമായിരുന്നു. അശ്വതിയെ രക്ഷപ്പെടുത്തിയതിന്. ന്യൂസ് വന്നില്ലെങ്കിലും സാഗർ ഹീറോ തന്നെയാ എനിക്ക്. ഞാൻ നാളെ നാട്ടിൽ പോവും. അച്ഛന്റെ ആണ്ടാണ്. സാഗറിന്റെ അച്ഛൻ ആരായിരുന്നു? ഒരു സാധു മനുഷ്യൻ, വില്ലേജ് ഗുമസ്തൻ. 6 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. സാഗർ ഒറ്റ മകനാണോ? അതെ. എനിക്കൊരു കാര്യം ഓർക്കുമ്പോഴേ വിഷമമുള്ളൂ. എന്റെ അച്ഛനെ നല്ലോണം ചികിത്സിക്കാനോ ശുശ്രൂഷിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. ഞാനത് പഠിക്കുകയായിരുന്നു. ഞാനൊരു നിലയിലെത്തുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു. പാവം. ജീവിതം മുഴുവൻ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു അച്ഛന്റെ വിധി. കമാൺ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ അമ്മയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചൂടെ? വിളിക്കാഞ്ഞിട്ടല്ല, വരണ്ടേ? അച്ഛന്റെ കുഴിമാടത്തിൽ എന്നും വിളക്ക് വെക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. സാഗർ നാട്ടിൽ പോകുമ്പോ ഞാനും വരട്ടെ? എന്തിന്? എനിക്ക് സാഗറിന്റെ അമ്മയെ കാണണം. ഞാൻ പോയാ വൈകിട്ടേ മടങ്ങി വരൂ. അത് സാരമില്ല, നാളെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ആ, പോ. അല്പം നടക്കുന്നതുകൊണ്ട് തമ്പുരാട്ടിക്കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞാനൊരു പത്രപ്രവർത്തകയാണെന്ന കാര്യം സാർ മറക്കണ്ട. കുന്നും കുഴി എനിക്ക് പുതുമയൊന്നുമല്ല, ചമ്പൽക്കാട് വരെ കയറിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ പത്രപ്പണി കിട്ടുന്നതിന് മുമ്പ് ചമ്പൽക്കാട് റാണിയായിരുന്നിരിക്കും. സൂക്ഷിച്ച് വേണ്ട. അശ്വതി, ഞാൻ ജാക്കിയാണെന്നും എന്റെ ജോലി എന്താണെന്നും അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അശ്വതി അബദ്ധത്തിൽ അമ്മയോടൊന്നും പറഞ്ഞേക്കരുത്. അമ്മയോട് പറയാൻ പാടില്ലാത്ത പ്രവൃത്തി എന്തിനാ ചെയ്യുന്നത്? ഞാനത് എന്നോട് തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വരൂ. മീനാക്ഷി അമ്മോ. ഇത്രയും നേരം ആയപ്പോ ഞാൻ വിചാരിച്ചു നീ വരില്ല. ഇതമ്മ. അമ്മേ, ഇത് അശ്വതി വർമ്മ, ഒരു പത്രപ്രവർത്തക. ബോംബെന്ന് വന്നതാ. എന്റെ ഒരു കൂട്ടുകാരന്റെ സഹോദരിയാ. വരൂ മോളെ. ബോംബെയിലാ വളർന്നതും പഠിച്ചതൊക്കെ. അശ്വതിക്ക് ഒരു ആഗ്രഹം, നാട്ടുമ്പുറവും പാടവും ഒക്കെ ഒന്ന് കാണാൻ. ഇവിടെ ആകുമ്പോ അതിന് സൗകര്യം ഉണ്ടല്ലോ. സാഗർ വെറുതെ പറഞ്ഞതാ. നാട്ടിലേക്ക് പോരുന്നു പറഞ്ഞപ്പോ ഞാനും വരാം, എനിക്ക് അമ്മയൊന്ന് കാണുമെന്ന് പറഞ്ഞു. എനിക്കറിയാം, അവൻ അങ്ങനെ പറയൂ. ആ, നീ പോയി കുളിച്ചിട്ട് വാ, ബലിയിടണം. ഞാൻ ആ ഇളയതിനെ വിളിച്ചോണ്ട് വരാം. അയ്യോ അമ്മേ, ഞാൻ രാവിലെ കുളിച്ചതാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, പോയി കുളിക്കേ. അല്ല, കുളിക്കണോ? പോടാ. എനിക്ക് അങ്ങനെയാ മോളെ. ഇവനെ കണ്ടാ പിന്നെ കൈയും കാലും ഓടില്ല. മോൾ ഇവിടെ ഇരി, ഞാൻ ആ ഇളയതിനെ വിളിച്ചോണ്ട് ഇപ്പൊ വരാം. മതി. മോരില്ലേ അമ്മേ? ഇപ്പൊ കൊണ്ടുവരാം. അമ്മയുടെ അവിയൽ വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വേണ്ട. കുറച്ച് അവിയൽ. അയ്യോ വേണ്ട, Come on. ഞാൻ ഒരുപാട് കഴിച്ചു. ചൂട് കഴിക്കാതെ. വേണ്ട പ്ലീസ്. എന്താ മോളെ, മതിയാക്കിയോ? മതിയമ്മേ.
എനിക്ക് ഈ തമ്പുരാട്ടിക്കുട്ടിയെ വലിയ ഇഷ്ടായി. അമ്മ എന്താ ഈ പറയുന്നത്? നീ ഒന്നും പറയണ്ട, ഞാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം നീ വരുമ്പോ ഞാനും കൂടെ വരും. എനിക്ക് ഈ കുട്ടിയുടെ ചേട്ടനെ ഒന്ന് കാണണം. അമ്മേ, ഞാൻ വരട്ടെ. ആ മീനാക്ഷി അമ്മേ, പോയിട്ട് വരട്ടെ. ആ പോയിക്കോ. പോയിട്ട് വാ മോനെ. എന്തൊരു സ്നേഹ അമ്മയ്ക്ക്. അമ്മ നമ്മളെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്കും തോന്നുന്നു. തോന്നി. എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. അശ്വതി എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം മൂളി കേട്ടതേ ഉള്ളൂ. അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു അമ്മയെ ആഗ്രഹിക്കുന്നതേ അവരും ആഗ്രഹിച്ചുള്ളൂ. എങ്കിൽ അമ്മയെ നിരാശപ്പെടുത്തുന്ന എന്തിനാ? ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചൂടെ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന വിവരം അമ്മയെ ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. അവളിപ്പോൾ ജയിലില്ല. അവളുടെ സുഹൃത്തിനെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ച ഒരു റൗഡിയെ അവൾ കൊന്നു. അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് പെൺകുട്ടി? ജ്യോതി. ജ്യോതിയെ കുറിച്ച് സാഗർ പറഞ്ഞു. എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. ഈ ഇളം പ്രായത്തിനിടയിൽ തന്നെ ഒരുപാട് വേദനയും ദുഃഖവും അനുഭവിക്കേണ്ടി വന്നു ജ്യോതിക്ക്. പക്ഷേ ഇനിയുള്ള നാളുകൾ സന്തോഷത്തിൻ്റെതായിരിക്കും. ഇവിടെ നിന്ന് പുറത്തു വരുന്ന ദിവസം ജ്യോതി സാഗറിൻ്റെതാവും. ഞാൻ വരട്ടെ. ചേർന്ന തൊഴിലല്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ദയവായി നിങ്ങൾക്കിത് നിർത്തിക്കൂടെ? ജ്യോതി പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ ഈ തൊഴിലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രം. എന്റെ ജീവന് ഇന്നൊരു സെക്യൂരിറ്റിയും ഇല്ല. ഞാൻ ഏത് സമയവും മരണത്തെ പ്രതീക്ഷിക്കുന്നു. ഒരു ബുള്ളറ്റോ റേസറോ ഓർ ആൻ ആക്സിഡന്റ് എന്ത് വേണമെങ്കിലും ആവാം. സാഗർ, അരുതാത്തതൊന്നും പറയരുത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്നെ ആശ്വസിപ്പിക്കുകയാണോ? അശ്വതി, നമ്മൾ പരിചയപ്പെടുമ്പോൾ ഞാനൊരു കള്ളക്കടത്തുകാരനും അശ്വതി ഒരു ജേർണലിസ്റ്റും ആയിരുന്നു. ഇന്ന് ആ ബന്ധം അതിലേറെ വളർന്നു. യു ആർ എ ഗുഡ് ഫ്രണ്ട്.